ഇസ്രായേൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണ് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിലൂടെ ദൈവം നൽകുന്ന വെളിപ്പാടുകൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ വചനത്തിലൂടെ എനിക്ക് തന്ന വിടുതലുകളാണ്. വ്യക്തികളല്ല, സാഹചര്യമല്ല, വചനം. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചോണം. യാക്കോബിന്റെ ലേഖനം അതിൻ്റെ 5:16, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ സത്യയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നമുക്ക് എന്നിട്ടാണ് ഏലിയാവിൻ്റെ കാര്യത്തിൽ സമസമുള്ള മനുഷ്യൻ. അവൻ പ്രാർത്ഥിച്ചപ്പോൾ 3 ആണ്ടും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു, ധാന്യങ്ങൾ വിളഞ്ഞു. അപ്പം ഞാൻ ഇവിടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു ഡെഫിനിഷൻ ഈ വീടിനകത്തൂടെ തരാൻ ആഗ്രഹിക്കുന്നത്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന, റൈച്ചസ് പേഴ്സൺ. അവിടെ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന, ഏണസ്റ്റ് പ്രയർ, ഡിലിജന്റ് പ്രയർ വളരെ ഫലിക്കുന്നു. അവയിൽ മച്ച്. അപ്പൊ ആരാണ് നീതിമാന്മാർ? അതിനകത്തെ ഒരു വെളിപ്പാട് തരാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമങ്ങൾ നമുക്ക് നോക്കിയാൽ ദാവീദ് പറയുന്നുണ്ട്, നീതിമാന്റെ സന്തതി അപ്പം ഇരക്കത്തില്ല, നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹം. നമുക്കറിയാം ചില വിഭാഗങ്ങളും നമ്മൾ ചില വ്യക്തികളെ നീതിമാന്മാരായി, അത് അവരുടെ വിശ്വാസം അനുസരിച്ച് അവരങ്ങനെ ഫോക്കസ് ചെയ്യുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്ന നീതിമാന്മാർ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വെളിപ്പാടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ റിസൾട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ഭാഗം എടുക്കാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്ന പോലെ. അത് നമുക്ക് റോമർ 5 17 ഭാഗങ്ങളാണ്. അനേകർ പാപികളായി തീർന്ന പോലെ ഏകന്റെ അനുസരണത്തിനാൽ അനേകർ നീതിമാന്മാരായി തീരും. ശ്രദ്ധിക്കണമേ, ഏകന്റെ അനുസരണക്കേട്. ആരാണ് ഏകൻ? ആദാമിന്റെ അനുസരണക്കേടിൽ എല്ലാം ആദാമിന്റെ സന്തതികളെല്ലാം പാപികളായി തീർന്നു. അതാ ദാവീദ് പറഞ്ഞ്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. പാപികൾ. ഏകന്റെ അനുസരണം, ക്രൂശിലെ മരണത്തോളം അനുസരണമായി തീർന്ന യേശു കർത്താവിന്റെ അനുസരണം. ആ അനുസരണത്തിലേക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ, ആ സുവിശേഷത്തിന്റെ അനുസരണത്തിലേക്ക് മറ്റുള്ളവർ വരുമ്പോൾ അവർക്ക് ലഭിക്കുന്നതാണ് നീതിമാന്റെ പദവി. അതാണ് നീതിമാൻ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന ഒരു വ്യക്തിയാണ് വേദപുസ്തകം. നീതിമാൻ. അത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, നാം യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും കയറാൻ നമുക്കൊരു യോഗ്യതയുമില്ല. വി മേ ബി ഡിസ്ക്വാളിഫൈഡ്. പക്ഷെ ഒരാൾ നമ്മളെ ക്വാളിഫൈ ചെയ്യുകയാണ്. ഒരാൾ നമ്മുടെ കയ്യിൽ ഒരു പാസ് തന്നിട്ട് പറയുകയാണ്, ഇതും കൊണ്ട് കയറിക്കോ, നിങ്ങളെ ഒന്നും ചോദിക്കത്തില്ല. ഇതുകൊണ്ട് നമുക്കറിയാം, ഈ പൊതുമാപ്പുകൾ ഗൾഫ് കൺട്രീസിലൊക്കെ പൊതുമാപ്പ് വന്ന സമയത്ത് ഒരു റെഡ് പാസ് അവർക്ക് എംബസിയിൽ നിന്ന് കൊടുക്കും. അല്ലെങ്കിൽ അത് മാത്രം, വേറെ ഒന്നും ഇമിഗ്രേഷൻ യാതൊരു പ്രശ്നങ്ങളുമില്ല. അവരെ എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, വേണം ഇങ്ങനെ പറയാം, ആ രാഘാബ് എന്ന വേശ്യ അവർ പറയുമ്പോൾ ചുമന്ന നൂലവിടെ കെട്ടുമെന്ന് പറഞ്ഞില്ല, എന്ന് പറഞ്ഞവളുടെ അടയാളമാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. നീതിമാന്റെ സത്യയോടുകൂടിയുള്ള പ്രാർത്ഥന. എന്താണ് സത്യയോടുകൂടിയുള്ള പ്രാർത്ഥന? വേണ ഏലിയാവിന്റെ പ്രാർത്ഥന എടുത്താലറിയാം. താനിങ്ങനെ മുഖം കൊണ്ടുവന്ന് കാലിന് അവിടെ തല കുനിച്ച് താനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ബാല്യക്കാരനെ വിടുകയാണ്. ഗോ ആൻഡ് വാച്ച്, ഗോ ആൻഡ് സീ. അവൻ പറഞ്ഞു, ഒന്നും കാണുന്നില്ല. നമ്മളന്ന് 2 പ്രാവശ്യമായാലും 3 പ്രാവശ്യങ്ങൾ ശ്രദ്ധിക്കണം. താൻ അതിനു മുമ്പ് തൻ്റെ ഹൃദയത്തിൽ ഒരു വെളിപ്പാട് കിട്ടി. എന്താണ് തൻ്റെ ഹൃദയത്തിൽ കിട്ടിയ വെളിപ്പാട്? ആമേൻ, ഞാൻ മഴയുടെ മുഴക്കം കേൾക്കുന്നു. ഐ ഹാവ് ഹേർഡ് ദ വോയിസ് ഓഫ് ദ അബണ്ടൻസ് ഓഫ് റെയിൻ. ഒരു വലിയ മഴയുടെ മുഴക്കം എൻ്റെ ഹൃദയത്തിൽ ഞാൻ കേൾക്കുന്നു, ആത്മാവിൽ. അത് ആഗമന് മനസ്സിലായില്ല, കൂടെ നിന്നവർക്ക് ആർക്കും മനസ്സിലായില്ല, ഈ ബാല്യക്കാരനും മനസ്സിലായില്ല. പക്ഷേ താൻ പറഞ്ഞു, പോയി നോക്ക്, അവനൊന്നും കാണുന്നില്ലെന്ന് പറയുമ്പോൾ 7-ാം പ്രാവശ്യം പറയുകയാണ്, ഒരു മേഘം ഞാൻ കാണുന്നു. ആ പ്രാർത്ഥിച്ച് ആത്മമണ്ഡലം തുറക്കുകയാണ് താൻ. എന്താ കാരണം? ശ്രദ്ധയോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു വിഷയം ദൈവസന്നിധിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ വേറെ മറ്റു യാതൊരു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയാതെ, ഫോക്കസ് ഓൺ വാട്ട് യു എക്സ്പെക്ട്, വാട്ട് യു ബിലീവ്, വാട്ട് ഈസ് യുവർ നീഡ്, അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എപ്പോഴും പറയും, അതെനിക്ക് ദൈവം തരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു സ്വപ്നമായി മാറണം. ഞാൻ ചിന്തിക്കുന്നത്, ഏലിയാവ് പ്രാർത്ഥിച്ച് തുറക്കുക എന്ന് പറയുമ്പോൾ
താൻ അത് കാണുകയാണ്. താൻ ചുമ്മാ പോയി കാണുകയല്ല, പോയി നോക്കാൻ പറയുമ്പോൾ തൻ്റെ ഉള്ളിൽ വചനത്തിന്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവിനാ ഞാൻ നന്ദി പറയുന്നു. ആരുടെയൊക്കെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. While I am preaching something great going to happen for those who are watching. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ തുറന്നു വരട്ടെ. അപ്പോൾ താൻ കൈപ്പത്തി പോലുള്ള മേഘം കടലിൽ നിൽക്കുന്നത്, അവിടെ പൊങ്ങി വരുന്നത് ഹാൻഡ് സൈസ് പറയുന്ന ക്ലൗഡാ, ഈ കൈയുടെ വലുപ്പമുള്ള മേഘം താൻ കാണുകയാണ്. ബാല്യക്കാരന്റെ നഗ്ന നേത്രത്തിന് താൻ കാണുന്നില്ല. പക്ഷേ ഏലിയാവ് വീണ്ടും 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 പോയി നോക്കാൻ പറയുമ്പോൾ അത് ഷാർപ്പാവുകയാണ്, അത് വിസിബിൾ ആവുകയാണ്, അത് കാണത്തക്കവണ്ണം വെളിപ്പെടുകയാണ്. അതാണ് നീതിമാന്റെ സന്ധ്യയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു വിഷയം കർത്താവ് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ചോദിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിപ്പെടുന്നു പറഞ്ഞു. നമ്മുടെ ഹൃദയത്തിൽ അത് കാണുക, അത് കാണും, അത് വരും. ദൈവനോട് പറഞ്ഞതാ, കർത്താവിനോട് പറഞ്ഞതാ. അബ്രഹാം ഇറങ്ങി പുറപ്പെടുമ്പോൾ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് താൻ പുറപ്പെട്ടു. എവിടേക്ക് പോകുന്നെന്നറിയാതെ, അവിടെ ഗൂഗിൾ മാപ്പില്ല, മറ്റ് ലൊക്കേഷനില്ല, ഒന്നുമില്ല. ദൈവശബ്ദം കേട്ടുകൊണ്ട് ക്ലിയർ വിഷനിൽ മൂവ് ചെയ്യുകയാണ്. അതാണ് നീതിമാന്റെ സന്ധ്യയുള്ള പ്രാർത്ഥന. അപ്പൊ നമുക്കറിയത്തിൽ ലഭിക്കും. ലോകം പറയാൻ അറിയത്തിൽ ഒന്നും കാണുന്നില്ല, പോയി നോക്ക്. അതാണ് അതിന്റെ മർമ്മം. ഒന്ന്, ഹൃദയത്തിൽ ഉള്ളൊരു ഉറപ്പാണ്. ദൈവം ഹൃദയത്തിൽ ഒരു വചനം തരുമ്പോൾ അതിന്മേൽ ജാഗരിക്കുകയാണ്. ഞാൻ നിന്നെ വാലല്ല തലയാക്കും, താഴ്ചയല്ല ഉയർച്ചന. യു വിൽ ബി ഹെഡ് നോട്ട് ദ ടെയിൽ, ഓൾവേസ് അബോവ് നോട്ട് ടു ബിനീത്ത്. ഈ വചനം കേൾക്കുമ്പോൾ യെസ്, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, ദൈവം എന്നെ ഉയർത്തും. ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ ദൈവം പടിപടിയായിട്ട് തന്നെ ഉയർത്തുമ്പോൾ താൻ പറഞ്ഞ്, ഞാൻ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയല്ല ആക്ച്വലി ചെയ്യുന്നത്. എന്നെ കൊണ്ട് പലപ്പോഴും തിരക്കിനത് കഴിയത്തില്ല. കേരളത്തിൽ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു കർത്തദാസൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പോഴും പറയും, എൻ്റെ ശ്വാസം, എൻ്റെ ശബ്ദം, എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ, ഐ വിൽ ബി ഹെഡ് നോട്ട് ദ ടെയിൽ. ഞാൻ വാലല്ല തല, താഴ്ചയല്ല, ഞാൻ ഉയർച്ച തന്നെ. താഴ്ചയുടെ അനുഭവങ്ങൾ ഉണ്ടാകാം. താഴ്ച എന്ന് പറയുമ്പോൾ എന്നും ഉയർച്ചയിലിരിക്കുകയല്ല. താഴ്ന്ന അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ, കഷ്ടത, അതിൻ്റെ നടുവിലും ദൈവം എന്നെ ഉയർത്തും. അപ്പൊ നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന എന്തുവാണ്? നീ എന്ത് ഫോക്കസ് ചെയ്യുന്നു അതിൽ തന്നെ. അപ്പൊ ഏലിയാവുമായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് യാക്കോബ് പറയുന്നത്, തൻ്റെ പ്രാർത്ഥന ആദ്യം മഴമേഘങ്ങളെ അട്ടയ്ക്കുകയായിരുന്നെങ്കിൽ തൻ്റെ പ്രാർത്ഥന തുറക്കുക. ആ തുറക്കണമെങ്കിൽ മേഘം വരണം, മേഘം പെയ്യിക്കണം. താൻ ആ ശ്രദ്ധയോട്, തൻ്റെ ശ്രദ്ധ മാറിപ്പോകാതെ. അതാണ് ആഹാബിനോട് പറഞ്ഞത്. കാരണം അവിശ്വാസികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കല്ലേ. കാരണം അതാണ് ആ വിധവയോട് എലീശ പറഞ്ഞു, നീ കയറി, നീ നിന്റെ കുഞ്ഞുങ്ങളും വാതിലടച്ച്. ആഹാബിനോട് പറഞ്ഞു, നീ പൊക്കൂ, നീ പോയി ഭക്ഷണം കഴി, നീ ലോകപ്രകാരം ജീവിക്കും, നീ ചെന്ന് നിന്റെ കാര്യങ്ങൾ നോക്കൂ. എനിക്കൊരു പ്രാർത്ഥനാ മുറിയുണ്ട്, എനിക്കൊരു പ്രയർ റൂമുണ്ട്, എനിക്ക് എൻ്റെ ദൈവമായിട്ട് ഡീലിംഗ് ഉണ്ട്. ദൈവം എൻ്റെ അകത്തെ കേൾപ്പിച്ച ശബ്ദം, ആ മേഘം എൻ്റെ ഉള്ളിൽ കാണുന്നത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാൻ പോയി. ഇന്ന് അങ്ങനാണെങ്കിൽ ആത്മമണ്ഡലത്തിൽ കാണുന്ന ചില ജീവിതങ്ങളിൽ നീ പുറത്തൊന്നും കാണുന്നില്ലായിരിക്കാം. നിന്റെ ഉള്ളിൽ ശബ്ദമുണ്ട്. കുഞ്ഞിൻ്റെ അനക്കം നിനക്ക് കേൾക്കാം, കുഞ്ഞിൻ്റെ ഞരക്കം കേൾക്കാം. പക്ഷെ ഒരു ജനനം നടന്നിട്ടില്ല, അത് നടക്കാൻ പോവുക. God is going to do great things in your life. I am going to promise over you. ദൈവം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. ഇതുവരെ നീ കാണാത്തത്, ഇതുവരെ നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്തത്, പരിശുദ്ധാത്മ വീണ്ടും പറയുന്ന, ആരും കാണാത്തത്, ഇത് ഒരു കണ്ണും കണ്ടിട്ടില്ല, അതൊരു ചെവി കേട്ടിട്ടില്ലാത്ത ഒരു ദൈവ പ്രവർത്തി ദൈവം നിന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് നീതിമാന്റെ സത്യയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ, ഡിലിജന്റ് പ്രയർ, ഏർണസ്റ്റ് പ്രയർ. എന്ത് സാഹചര്യങ്ങൾ വന്നാലും, ഇല്ല നടക്കത്തില്ലെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും, യെസ്, എൻ്റെ ദൈവനോട് പറഞ്ഞ, ഹീ ഹാസ് ടോൾഡ് മീ, അവൻ എന്നോട് പറഞ്ഞു, ഹീ പ്രോമിസ്ഡ് മീ, അവൻ എനിക്ക് വാഗ്ദത്തം ചെയ്ത. അങ്ങനെ നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ കുഞ്ഞേ, നീ ലജ്ജിക്കപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവവാതിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തില് നിനക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞു. ആമേൻ, ആമേൻ. മറന്നു പോകല്ലേ. വിശ്വാസത്തോടുള്ള നീതിമാന്റെ അതിൽ തന്നെ ഞാൻ ദൈവവേദലാണ്, ഞാൻ നീതീകരിക്കപ്പെടാണെന്ന്. സ്വർഗം എനിക്ക് വേണ്ടി അവൻ്റെ ചെവി തുറന്നിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്കാണ് എൻ്റെ കാതുകൾ തുറന്നിരിക്കുന്നത്. നീ വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാണെങ്കിൽ ശരിയാണ്, സബ്സ്ക്രൈബ് മറക്കല്ലേ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.